ആക്ച്വലി ഇതൊരു ഫ്രഷ് കോണ്ടം പാക്കറ്റ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇത് പൊട്ടിക്കുവാണ്. എന്ത് പറയുന്നു? അതായത് ഉപയോഗം കഴിയുമ്പോഴത്തേക്കും കഴുകാൻ ഓപ്ഷൻ ഇല്ലെങ്കിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ കെട്ടണം. ഓക്കെ, സൈക്കിള സാർ കൊല്ലാക്കൊല ചെയ്യേ. അപ്പൊ ആ ഒരു കെട്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബോഡി ഫ്ലൂയിഡ് ലീക്ക് ആവത്തുമില്ല. നമുക്ക് കഴുകേണ്ട സമയത്ത് ഇങ്ങനെ അങ്ങ് ചുമ പൊക്കിയാൽ മതി. എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. ഇതിങ്ങനെ വെള്ളം നിറച്ചിട്ട് ആകെ ഒന്ന് നല്ലോണം കഴുകി കളയുക. ഓക്കെ, എന്തിന്റെ കുഞ്ഞാണോ ഇത്? ഇനി അതുപോലെ തന്നെ പുറം ഭാഗവും ഒന്ന് കഴുകി കഴിഞ്ഞാൽ ഓക്കെ, അത് വൃത്തിയായി. ഇവനെ പേടിച്ചിട്ടാണ് സാർ ഈ നാട്ടുകാർ ജീവിക്കുന്നത്. ഒന്നും വിലയുണ്ടായിരുന്നു ഇവിടുത്തെ ഭൂമിക്ക് ഇപ്പൊ പുല്ലും വിലയായി. ടിഷ്യോ തോർത്തോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന്റെ പുറം ഭാഗം നല്ല രീതിയിൽ ഒന്ന് തുടച്ചെടുത്തേക്കാം. ഇവൻ വളരെ നല്ലൊരു കുടുംബത്തിൽ പിറന്നവനാ. അതുകൊണ്ട് ചിലത് കേൾക്കും മഹാബോറനാണെന്നും ഒരു പൊതുശല്യമാണെന്നും തോന്നുന്നു. ഇങ്ങനെ അകത്തോട്ട് കൈയിട്ട് ഫുള്ളൊന്ന് മടക്കി കഴിഞ്ഞാൽ ഫുള്ള് തിരിഞ്ഞു കിട്ടും. ശരിയാണ്, ഇദ്ദേഹത്തിന് ഇത്ര വിവരം ഉണ്ടെന്ന് കണ്ടാ പറയില്ലല്ലേ. മെഡിക്കൽ സയൻസിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ഇനി ഇൻ കേസ് ഇങ്ങനെ തുടക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ അകത്തോട്ട് ഇട്ട് ഒരു ഉരുളയാക്കി ഇട്ടിട്ട് തിരിച്ചെടുത്താൽ മതി. ഓക്കെ, എടാ നീ നന്നാവത്തില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാർ ഈ പറഞ്ഞതൊക്കെ ഉള്ളത് തന്നെയാണ്, പക്ഷെ അതൊക്കെ ഈ നാടിന്റെ നല്ലതിന് വേണ്ടി. വേറെ 2 നല്ല ടിഷ്യൂ പേപ്പർ എടുക്കുക. എന്നിട്ട് ഇതൊന്ന് പൊതിയുക. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന സ്റ്റാഫിന് ഒരുപാട് അഴുക്കോ അണുക്കളോ ഹസാഡിന്റെ ഇടയ്ക്ക് കൂടെ പോകേണ്ടി വരില്ല. അവരും സേഫ് ആയിരിക്കും, നമ്മളും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ആയിരിക്കും. നന്നായി വരും. ഞാൻ പോട്ടെ. ഒന്ന് എണ്ണ എടുത്തോട്ടെ. ഈ സാധനം ബില്ലിയാൻ നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ എന്റെ പുറകിൽ വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നിങ്ങളല്ലേ മറ്റേ പച്ചവിട്ടിൽ പ്രശ്നം. ആരാധകരെ കണ്ട നമ്മളങ്ങ് ഇല്ലാണ്ടാക്കുന്ന പോലത്തെ ഒരു രീതിയിലുള്ള അപ്രോച്ച് ആയതുകൊണ്ട് ഉള്ളിൽ കിടക്കണ പ്രതികരിക്കുന്ന പ്രശ്നേഷം ഉണർന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ്, എടാ കുറെ നാറുകള് എന്നെ ആക്ച്വലി അങ്ങനെ വിളിക്കാറുണ്ട്, പക്ഷെ ഞാൻ എന്നെ വിളിക്കുന്നത് രോഹിത് എന്നാണ്. അപ്പൊ പുള്ളിക്കാരൻ അങ്ങ് ഇല്ലാണ്ടായി പോയിട്ടാ. പിന്നെ ആണെങ്കിൽ ഈ സാധനം മേടിക്കാൻ നിൽക്കുമ്പോണ്ടല്ലോ ദൂരത്തുനിന്ന് പിള്ളേർ, അതായത് ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ തന്നെ റിസപ്ഷനിലൊക്കെ ഉള്ള പിള്ളേർ ഇങ്ങനെ നൈസായിട്ട് ദൂരത്തുനിന്ന് നമ്മുടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അബദ്ധത്തിൽ ഞാൻ എന്റെ കാർഡ് എടുത്ത് കൊടുത്തു. ഇതിനിപ്പോ വലിയ ശല്യമാവും. ആ കാർഡ് കിട്ടിയ ഉടനെ തന്നെ അവള് ശല്യം എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്നത് ഞാൻ കണ്ടതല്ലേ. അതുപോലെ മറ്റേ എസ്കലേറ്ററിന്റെ അവിടുന്ന് പെമ്പിള്ളേരൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും പാപ്പരാസീസ് സിനിമാടന്മാരുടെ നടിമാരുടെ വീഡിയോ ഒക്കെ എടുക്കുന്ന പോലെ നൈസായിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകണ്ടായിരുന്നു. അവള് നല്ല എന്നെ തന്നെ ഇടങ്ങണിട്ട് നോയിക്കൊണ്ടിരിക്കണ്ടായിരുന്നു. അവൾ എന്നോട് പറഞ്ഞടാ, അവളുടെ ചത്തുപോയ കിളവൻ താത്തയുടെ അതേ ഫേസ് കെട്ടാ നിനക്കെന്ന്. ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്തയില്ലാത്തവരാണ്. ഇപ്പൊ അങ്ങനെ പറയും, അപ്പ അങ്ങനെ പറയും. അതെ, തന്നെ പോലുള്ള ബൂർഷുകൾ വായിക്കുന്ന പത്രത്തിന്റെ കുഴപ്പാ. ഒറ്റക്കാലിലാണേലും അഹങ്കാരത്തിന് പോലുള്ള ആൾക്കാരെയൊക്കെ ഒരു സാമൂഹ്യ ശല്യമായിട്ട് പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട സമയമൊക്കെ എന്നെ അതിക്രമിച്ചു കഴിഞ്ഞു. ഈ പറഞ്ഞത് ന്യായം.